2026 വിഷുപ്പുലരി കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വെറുമൊരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിന്റെ ശുഭകരമായ തുടക്കമാണ്. കത്തുന്ന വേനലിലും പൊൻപ്രഭ ചൊരിയുന്ന കണിക്കൊന്നകൾ പോലെ പ്രതിസന്ധികൾക്കിടയിലും സ്വയം ജ്വലിക്കാനും ചുറ്റുമുള്ളവർക്ക് വെളിച്ചമേകാനും കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭാരതീയ സങ്കല്പം അനുസരിച്ച് അഗ്നിദേവതയായുള്ള കാർത്തിക ഊർജ്ജസ്വലതയുടെയും ശുദ്ധീകരണത്തിന്റെയും അടയാളമാണ്. ആ ഊർജം 2026 വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം പ്രതിഫലിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ കാർത്തിക നക്ഷത്രക്കാരും. സൂര്യൻ രാശിചക്രത്തിന്റെ ആദ്യ ബിന്ദുവായ മേടത്തിലേക്ക് സംക്രമിക്കുന്ന ഈ വേളയിൽ സൂര്യന്റെ തന്നെ നക്ഷത്രമായ കാർത്തികയിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേക പ്രഭാവം അനുഭവപ്പെടും. വിഷുക്കണി കാണുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന പോസിറ്റീവ് ചിന്തകൾ വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പോകുന്നവയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മന്ദതയിൽ നിന്നും അനിശ്ചിതത്വത്തിൽ നിന്നും മോചനം നേടി പുതിയൊരു കർമ്മപദത്തിലേക്ക് ചുവടുവെക്കാൻ ഈ വിഷു നിങ്ങളെ പ്രാപ്തരാക്കും. 2026 വിഷുഫലം വിശകലനം ചെയ്യുമ്പോൾ സാമ്പത്തികമായ അടിത്തറ ഭദ്രമാക്കാനും കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു അർത്ഥം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണാം. കൈനീട്ടമായി ലഭിക്കുന്ന നാണയത്തുട്ടുകൾ പോലെ ഭാഗ്യത്തിന്റെ ചെറിയ അംശങ്ങൾ വലിയ നേട്ടങ്ങളായി മാറുന്ന കാഴ്ച ഈ വർഷം നിങ്ങൾ കാണും. ഓരോ കാർത്തിക നക്ഷത്രക്കാരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കണമെന്നാണ്. ഈ വിഷുക്കാലം നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള വാതിലുകൾ തുറക്കുന്നു. തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ, കുടുംബത്തിലെ സമാധാനം, ആത്മീയമായ ഉണർവ് എന്നിവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സമഗ്രമായ ഒരു ചിത്രം ഇവിടെ അവതരിപ്പിക്കുന്നു. തടസ്സങ്ങളെ അഗ്നിയിൽ ചുട്ടു ഭസ്മമാക്കി ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ഈ വിഷുബലം നിങ്ങൾക്ക് മാർഗദർശിയാകും. ജീവിതത്തിന്റെ സങ്കീർണതകളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാർത്തിക നക്ഷത്രക്കാരനും ഈ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നത് ഗുണകരമാകും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുക്കണി പോലെ നിങ്ങളുടെ വരും വർഷം ശോഭനമാക്കാൻ ഈ ബലപ്രവചനം സഹായിക്കും. നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം 2026 വിഷു മുതൽ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ മഹാവിസ്മയങ്ങൾ എന്തൊക്കെയാണെന്ന്. 2026 വിഷുവിന് ശേഷമുള്ള കാലയളവ് സാമ്പത്തികമായി മിശ്രഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന വർഷമാണിത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. മുൻപ് കുടുങ്ങിക്കിടന്ന പണം കൈവശം വന്ന് ചേരും. എന്നാൽ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ നിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യമായ ആഘോഷങ്ങൾക്ക് വേണ്ടി വലിയ തുകകൾ ചെലവാക്കുന്നത് സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ വർഷം ഏറ്റവും അനുയോജ്യമാണ്. ഭൂമി, സ്വർണം, ഓഹരി വിപണി എന്നിവയിൽ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള 3 മാസങ്ങൾ അനുകൂലമാണ്. എന്നാൽ കൃത്യമായ നിയമോപദേശം തേടാതെ വസ്തു ഇടപാടുകളിൽ ഏർപ്പെടരുത്. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. പുതിയ വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടുമെങ്കിലും തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണം. കുടുംബസ്വത്തോ പിതൃസ്വത്തോ സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അത് ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ഒരു പരീക്ഷണ കാലവും അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റത്തിൻ്റെതുമാണ്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ വിഷുക്കാലം ശുഭവാർത്തകൾ കൊണ്ടുവരും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. മേലധികാരികളുമായുള്ള ബന്ധം മെച്ചപ്പെടും. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ തോതിലുള്ള മത്സരങ്ങളെ അതിജീവിക്കേണ്ടി വരും. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പുതിയ അവസരങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. പുതിയ പങ്കാളികളെ സ്വീകരിക്കുമ്പോൾ കൃത്യമായ കരാറുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. കയറ്റുമതി, ഇറക്കുമതി മേഖലയിലുള്ളവർക്കും സേവന മേഖലയിലുള്ളവർക്കും വലിയ ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങി യാത്ര സാധ്യമാകും. വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാനിടയുണ്ട്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷു കഴിഞ്ഞ് ജൂൺ, ജൂലൈ മാസങ്ങൾ മികച്ച സമയമാണ്. സ്വന്തം സർഗാത്മകത ഉപയോഗപ്പെടുത്തുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച അംഗീകാരം ലഭിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരുന്ന ഒരു വർഷമാണിത്. ദമ്പതികൾക്കിടയിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പരസ്പര ധാരണയോടെ അവ പരിഹരിക്കാൻ സാധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദൂരയാത്രകൾ കുടുംബത്തോടൊപ്പം നടത്തുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. വിവാഹപ്രായമെത്തിയ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം മംഗല്യഭാഗ്യം പ്രവചിക്കപ്പെടുന്നു. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുള്ള വർഷമാണിത്. അവരുടെ പഠനകാര്യത്തിലോ ഔദ്യോഗിക കാര്യത്തിലോ വലിയ പുരോഗതിയുണ്ടാകും. സന്തോഷകരമായ വാർത്തകൾ മക്കളിൽ നിന്നും കേൾക്കാൻ സാധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അടുത്തു വരാനും കുടുംബ സംഗമങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കിയാൽ കുടുംബത്തിലെ സമാധാനം നിലനിർത്താം. മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ ആത്മീയത വലിയൊരു പങ്കുവഹിക്കുന്ന വർഷമാണിത്. ഭൗതികമായ വിജയങ്ങൾക്കിടയിലും മനസ്സിനൊരു ശൂന്യത അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രാർത്ഥനകളിലും ധ്യാനത്തിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഗുണം ചെയ്യും.
തീർത്ഥാടന യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കേണ്ടതുണ്ട്. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ തന്റെ ഇടം കൂടുതലായിരിക്കും. എന്നാൽ ഇത് അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. യോഗയും പ്രാണായാമവും ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ലഭിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പാത തന്നെ മാറ്റാൻ സഹായിക്കും. ഉപരിപഠനത്തിനായി മികച്ച കോളേജുകളിൽ പ്രവേശനം ലഭിക്കും. സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്താൽ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള കഠിനമായ പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. ഏകാഗ്രത കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിട്ടയായ പഠനം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കാനും ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വരുത്താനും ശ്രദ്ധിക്കണം. കണ്ണ്, തല എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ ഉടൻ ചികിത്സ തേടുക. ഉദാസീനമായ ജീവിതശൈലി ഒഴിവാക്കി ദിവസവും വ്യായാമം ശീലമാക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. എന്നാൽ ഡ്രൈവിംഗിൽ അതീവ ജാഗ്രത പാലിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നത് പിഴകൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ അമിതമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് ഭാവിയിൽ വിനയായേക്കാം. നിങ്ങൾ ഉൾപ്പെടുന്ന സംഘടനകളിലോ കൂട്ടായ്മകളിലോ നേതൃസ്ഥാനം വഹിക്കാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ മതിപ്പ് കൂടും. മേടക്കൂറിൽ വരുന്നവർക്ക് 2026 പുതിയ തുടക്കങ്ങളുടെ വർഷമാണ്. ധൈര്യപൂർവമായ തീരുമാനങ്ങൾ എടുക്കും. സാമ്പത്തികമായി ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. ഇടവക്കൂറിലെ കാർത്തികക്കാർക്ക് കൂടുതൽ സ്ഥിരത ലഭിക്കുന്ന വർഷമാണിത്. കുടുംബജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവപ്പെടും. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സാമ്പത്തികമായി നില മെച്ചപ്പെടും. ആദിത്യ ഹൃദയം ജപിക്കുന്നത് മാനസികവും ശാരീരികവുമായ ഉന്മേഷം നൽകും. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മാസത്തിലൊരിക്കൽ ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്കോ വിദ്യാർത്ഥികൾക്കോ പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നത് കരിയറിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ചുവപ്പ്, മഞ്ഞ, വെളുപ്പ് എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം അനുകൂല ഊർജ്ജം നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി പോകുമ്പോൾ ഈ നിറങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും അഗ്നിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ക്ഷേത്രങ്ങളിൽ നൽകുന്നതും നല്ലതാണ്. ഓം അഗ്നേയ നമഃ അല്ലെങ്കിൽ ഓം ശരവണഭവായ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. സമൂഹത്തിൽ മാതൃകാപരമായ വ്യക്തിത്വമായി മാറാൻ കാർത്തികക്കാർക്ക് എളുപ്പത്തിൽ സാധിക്കും. തങ്ങളുടെ സത്യസന്ധതയും കൃത്യനിഷ്ഠയും മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. അനീതിക്കെതിരെ പോരാടാനുള്ള ഇവരുടെ മനസ്സും എടുത്തു പറയേണ്ട ഒന്നാണ്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി നിൽക്കാൻ ഇവർ എപ്പോഴും തയ്യാറായിരിക്കും. എങ്കിലും താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന വാശി ഉപേക്ഷിക്കുന്നത് സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി ബഹുമാനിക്കാൻ പഠിക്കുന്നത് ഇവരെ ഒരു പരിപൂർണ വ്യക്തിത്വത്തിന് ഉടമയാക്കും. 2026 വിഷുബലം അനുസരിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം കർമ്മരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് അവസരമൊരുങ്ങുന്നു. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടും കൃത്യമായ പ്ലാനിങ്ങോടും കൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വർഷങ്ങളിലൊന്നാക്കി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ കണ്ട് ഭയപ്പെടാതെ നിങ്ങളുടെ സ്വതസിദ്ധമായ പോരാട്ട വീര്യം പുറത്തെടുത്താൽ വിജയം സുനിശ്ചിതമാണ്. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു.